ഹലോ നമസ്കാരം. ജെയിംസ് ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലൈക്കോട്ട വാലിബൻ ഫ്ലോപ്പാണോ ഹിറ്റാണോ? രണ്ട് തരത്തിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് മിക്സഡ് റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഭയങ്കരമായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, കുറെ ആളുകൾ 5 പൈസക്കില്ല എന്ന് പറയുന്നുണ്ട്, ഒട്ടും പോരാന്ന് പറയുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LJP ഇതിനെക്കുറിച്ച് ചില മറുപടികൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ സിനിമ കാണണം, സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടോ, ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പുള്ളിക്കാരൻ ഇതിനുള്ള മറുപടി പറയുന്നുണ്ട്. എല്ലാം നമ്മൾ വെക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും. എന്നാൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടേച്ചും വരാം. ഓക്കെ, ആദ്യം ഇത് തന്നെയാക്കാം. അതിനെയാണ് ഹിറ്റ് അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഇന്ന് വൈകുന്നേരം കാണാൻ പോകുന്നൊരു ഫാമിലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ, യങ്സ്റ്റേഴ്സ് ഒരു പക്ഷേ അത് പോയി കാണും. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ കണ്ടിട്ട് പൊന്നായിട്ട് അത് പോയി കാണില്ലേ, 5 പൈസക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണില്ല, വേണ്ടെന്ന് വെക്കും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് തന്നെയാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം കാണാൻ പോകാൻ വിചാരിച്ച ആളുകൾ കാണാതിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അതിന് ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു പടത്തിന് പോകുമ്പോൾ ഇപ്പൊ ഞാനാണെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കും, എടാ പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കും. അപ്പൊ അയാൾ തീർച്ചയായിട്ടും ഒരിക്കലും കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്, നമ്മളത് കാണൂല. പക്ഷെ കുഴപ്പമില്ല, കണ്ടു നോക്ക് എന്നുള്ള രീതിയിൽ അഭിപ്രായമാണെങ്കിൽ നമ്മൾ ഓക്കെ ഒന്നും പോയി കണ്ടേക്കാം എന്നുള്ള രീതിയിൽ പോകും. സോ 5 പൈസക്കില്ല, ഇത് വളരെ മോശം സിനിമയാണ്, എന്തൊരു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് ചുമ്മാ പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര സംഭവം, വലിയൊരു പടം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരാളോട് പോയി നിങ്ങൾ വെറുതെ കാണല്ലേ, പൈസ പോയി കിട്ടുന്നൊക്കെ പറയുന്നത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്തരത്തിൽ മോശമായിട്ടുള്ള സിനിമയല്ല. അങ്ങനെ അത്രയും മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ പറയും. പക്ഷെ ഈ സിനിമ പേഴ്സണലി എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് ഹെയ്റ്റ് ക്യാമ്പയിൻ അതാണെന്നാണ്. ഹെയ്റ്റ് ക്യാമ്പയിൻ എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള അതാണ്. നെക്സ്റ്റ്, അല്ല, ഇത് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പൊ ഇതെല്ലാം നമ്മള് കണ്ട് ശീലിച്ച് കണ്ടു പരിചയിച്ച സിനിമയുടെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ചാറ്റിപ്പിടിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ വാലിബൻ എന്ന് പറയുന്നത് ഫെറാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോ അതില് നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്, പക്ഷെ അതിന്റെ വേഗത 100% അപ്പൊ അത് നമ്മള് ഇനീഷ്യൽ നമ്മള് ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പൊ അതിന് എന്താ പറയാ, അതിന്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അത് ചോദ്യം കറക്റ്റ് ആയിട്ട് ഇങ്ങനെയായിരുന്നു. നമ്മൾ ഈ നമ്മൾ വിചാരിച്ച പോലെ നിങ്ങൾ വലിയ സിനിമ ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ നിങ്ങളൊരു സിനിമ സംഭവിച്ചിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഈ സിനിമ വന്നപ്പോൾ പ്രേക്ഷകർ വേണ്ട രീതിയിൽ അത് സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദ്യം. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ മെയിനായിട്ട് എടുത്ത് പറഞ്ഞ് വേഗത പോലെ, അതായത് കുറെ ആള് പറഞ്ഞു ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്, ഒരു മൊത്തത്തിൽ ഭയങ്കര ലാഗാണ്. അങ്ങനെയൊന്ന് കണ്ട ആളെന്ന രീതിയിൽ എനിക്കും തോന്നിയിട്ടില്ല. ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സുഖമില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്ക്രിപ്റ്റിംഗിൽ ചില പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ആ സിനിമ എന്താ പറയാ, അത് ഒരു ഫെരാരി എഞ്ചിൻ വെച്ചിട്ടുള്ള എന്ന് ഉദ്ദേശിച്ചാൽ 100 പോകുന്ന അത്രയും സ്പീഡിൽ പോകുന്ന ഒരു സാധനമല്ല, വളരെ സ്ലോ പേസിൽ പോകുന്ന സാധനമാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടപ്പോൾ എനിക്കും ചില സ്ഥലങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. സോ അത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല വെച്ചിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ കണ്ട സ്ഥിരം പാറ്റേണിൽ തന്നെ ഈ സിനിമ കാണണം, അതുപോലെ തന്നെ ആയിരിക്കണം ഇയാൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതിപ്പോ ഓരോ ആളുകളും ഓരോ സ്റ്റൈലിലല്ലേ സിനിമ ചെയ്യുന്നത്. LJP സ്റ്റൈൽ ഇതാണ്. പുള്ളിക്കാരന്റെ മറ്റു സിനിമകൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. സോ ആ രീതിയിലൊരു സിനിമ ചെയ്തു, അത് ആ ഒരു മൈൻഡിൽ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോ സ്ഥിരം കാണുന്ന പാറ്റേൺ അല്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്ന കുറെ ആളുകളുണ്ട്. ലാസ്റ്റ് വൺ,
സോറി, അത് നേരത്തെ കണ്ടാണ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഇതൊരിക്കലും നമ്മൾ നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല. ഇത് നമ്മളിത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള 28 ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. അപ്പൊ ആ തിയേറ്ററിലും അതിന്റെ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല വിഷ്വലിൽ തന്നെ നിലയിൽ കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണ്. ഓക്കെ, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ദയവായിട്ടൊന്ന് പോയി തിയേറ്ററിൽ കാണണം എന്നുള്ള അപേക്ഷയൊന്നും ഇല്ല. പക്ഷെ ഇത് മലയാളി തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്, അതുകൊണ്ട് അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ 28 ദിവസത്തിന്റെ കാര്യം പറഞ്ഞത്, പണ്ടൊക്കെ ഒരു സിനിമ നമുക്ക് 90 ദിവസമൊക്കെ കിട്ടുമായിരുന്നു, ചുരുങ്ങിയത് നല്ല സിനിമയാണെങ്കിൽ അത്രയൊക്കെ ആ സിനിമ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏത് സിനിമയിലും 28 ദിവസമേ കിട്ടുള്ളൂ. ഇനി എത്ര തിയേറ്ററിൽ ഫുള്ളായിട്ട് ഓടിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ പിന്നെ OTT റൈറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ OTT-ക്കാർ ഇറങ്ങും, നെറ്റ്ഫ്ലിക്സിലടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ സിനിമ വരും. സോ അതുകൊണ്ട് തന്നെ 28 ദിവസം മാക്സിമം നമുക്ക് ഇപ്പോൾ ഒരു സിനിമ കിട്ടുള്ളൂ എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഓരോരുത്തർ പറയുന്നതും കേട്ട് കാണാതിരുന്നാൽ ആ വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിട്ട റിവ്യൂവിന്റെ താഴെയും കുറെ ആളുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, LJP സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഇതിനുള്ളിൽ എന്തോ ഉണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. നമ്മളിത് ഇരുന്ന് ചിന്തിക്കണം. ആ ഒരു പോർഷൻ വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. താഴെ വന്ന കമന്റിൽ 1-2 കമന്റ് അങ്ങനെയായിരുന്നു, നമ്മൾ പോയിട്ട് ചിന്തിക്കണം, പ്രേക്ഷകൻ പോയിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ സിനിമ കാണുന്നത്, ഇതായിരുന്നു ചോദ്യം. പ്രേക്ഷകൻ പോയിട്ട് കാണണം, ചിന്തിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് സിനിമ, അവിടെ ഇരുന്നിട്ട് നമുക്കെല്ലാം മനസ്സിലാവണ്ടേ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, സിനിമ വെറുതെ പോയിരുന്ന് ഫുൾ ടൈം എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് ഇങ്ങനെ വായിലേക്ക് ഒരു വെച്ചിരുന്നത് മാത്രമല്ലല്ലോ സിനിമ. ചിന്തിക്കാനും വേണ്ടേ കുറെ കാര്യങ്ങൾ. നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാം കൂടെ കൂടിയതാണല്ലോ സിനിമ. സോ ഓരോ ആളുകൾക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. ഇപ്പൊ പ്രിയദർശൻ മൂവീസിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവും, ജോഷി സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ഓരോന്നിനും ഓരോ സംഭവങ്ങളില്ലേ. ഇപ്പൊ മിഥുൻ മാനുവൽ സിനിമകൾക്ക് ഒരു പ്രത്യേകത ഇല്ലേ, പ്രത്യേകിച്ച് ഇപ്പൊ ക്രൈമിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് പുള്ളിക്കാരൻ ആ ഒരു എല്ലാത്തിനും ഓരോ സ്റ്റൈൽ ഉണ്ട്. അതുപോലെ മലയാളത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് LJP. അപ്പോ എല്ലാ സമയത്തും ഇപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഓരോ സമയത്ത് ഓരോ ഹൈപ്പ് നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ കൂടെ പറയുന്നത് ഒരു LJP മൂവിയാണ്. സിനിമ കാണാൻ പോകുമ്പോൾ LJP സിനിമയാണെന്ന് മനസ്സിലാക്കി വേണം പോകാൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? LJPയുടെ സിനിമകൾ അങ്ങനെയാണ്. നമ്മളത് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ എത്രയോ സിനിമ, ഇപ്പോ ചുരുളിയിലൊക്കെ എത്ര കാര്യങ്ങൾ അങ്ങനെ പിന്നീട് റിവീൽ ആയി വന്നത്, ഇന്ന സംഭവം ഇന്നത് കൊണ്ടാണ്. അതുപോലെ മലയക്കോട്ട വാലിബനിലും അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അവസാനം എന്താ പറയാ, വിഷം കലർത്തി കൊടുക്കുന്ന സംഭവം പറയുമ്പോൾ ഇതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകാത്ത സ്പോയിലർ ഉള്ളതുകൊണ്ടാണ്. പിന്നീട് വേണമെങ്കിൽ പതുക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നുള്ളൂ. സോ അങ്ങനത്തെ ഒരു കഥാപാത്രം ഹരീഷ് പേരടി പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് പിന്നീട് ചർച്ചയായി വരുമായിരിക്കും. അത് പറഞ്ഞ സ്പോയിലറായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ? ചില സിനിമകൾ പോകുമ്പോൾ അങ്ങനെയല്ലേ. ഇപ്പൊ LJPയുടെ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണ്. പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈലുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ ഫ്രെയിംസ് നോക്കൂ. ഇന്ത്യൻ സിനിമയിൽ അത്ര ഗംഭീരമായുള്ള വിഷ്വൽസ് ഉള്ള അത്തരത്തിലുള്ള ഫ്രെയിംസ് വളരെ ചുരുക്കമാണ്. ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, ആ നിമിഷം വരെ എനിക്ക് വേറൊരു സിനിമ ആ തരത്തിൽ പറയാനില്ല, ഇപ്പോഴും ഇല്ല. കാരണം അത്രയും ഗംഭീരമായ വിഷ്വൽസ് ആണ്. ആ വിഷ്വൽസ് വേണ്ടി നിങ്ങൾ സിനിമ കാണണം തന്നെയാണ് ഞാൻ പറയുന്നത്. സ്റ്റോറിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ആ രീതിയിൽ, നരേഷന്റെ ആ ഒരു സ്റ്റൈലിൽ ചെറിയ സംഭവങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. സ്റ്റോറിയിലും കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് ആ ഒരു ഡയലോഗ് ഡെലിവറിയിലോ അല്ലെങ്കിൽ ഒരു മാസ് കാണിച്ചാൽ കുറച്ചുകൂടെ ഇമ്പാക്ട് വരാനും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ പൊടി പറക്കുന്ന സംഭവം, തിയേറ്റർ പൊളിയുന്ന സംഭവം ഇവിടെ ഇല്ല. പക്ഷെ ആ ഫ്രെയിമിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്നും അധികം മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നൻപകൽ നേരത്തിലൊന്നും ഒട്ടുമില്ല. ഒരു 95% സ്റ്റാറ്റിക് ഷോട്ടുകളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ ആ സ്റ്റൈലുണ്ട്, ആ ഫ്രെയിം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു അൾട്രാ വൈഡ് ഷോട്ടുകൾ, എക്സ്ട്രീം വൈഡ് ഷോട്ടുകൾക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ. നൈറ്റ് ഷോട്ടുകളൊക്കെ ഭയങ്കര രസമാണ്. അത്രയും കളർഫുൾ ആയിട്ടുള്ള, അത്രയും മനോഹരമായ ഷോട്ടുകൾ എന്നൊക്കെ അത് വേറെ എവിടെ നമ്മൾ കണ്ടിട്ടില്ല. സോ തുടക്കം മുതൽ അവസാനം വരെ, പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിലൊക്കെ ആ ഒരു അർജൻസിയും കാര്യങ്ങളും ആ ഒരു അവസ്ഥ ഉണ്ട്. വല്ലാത്തൊരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയ്ക്ക് പ്രേക്ഷകന് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ക്യാമറ മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ വിഷ്വലി ഇതൊരു ഗംഭീര സിനിമയാണ്. പക്ഷെ ബാക്കിയുള്ള പോർഷൻസിലേക്ക് വരുമ്പോൾ ഈ LJP സിനിമയാണ്, ഇത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുക തന്നെ വേണം. അതാണ് ഞാൻ ആ റിവ്യൂലും പറഞ്ഞത്. നമ്മളെ സിനിമ കാണാതിരിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. സോ അത് ഇത് ഇന്നതുകൊണ്ടായിരിക്കും, ഇതിന്റെ പിറകിൽ എന്തുണ്ടാവും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു സിനിമയാണ്. നമ്മൾ ഈ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമകൾ സ്ഥിരം പാറ്റേൺ പോലെയല്ല.
പുള്ളി ഒരു സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ല. പ്രേക്ഷകനായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒട്ടും ബുദ്ധിയില്ലാത്ത പ്രേക്ഷകരൊന്നുമല്ല. ഇനിയിപ്പോ അങ്ങനെ ഒട്ടും മനസ്സിലാകാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഇറക്കിയതായിരിക്കില്ല എന്ന് പറയുന്നുള്ളൂ. എന്തായാലും എനിക്ക് ഒരു എബോ ആവറേജ് ഫീൽ എന്നുള്ള സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. അത് വെച്ച് ഗംഭീര സിനിമ, അല്ലെങ്കിൽ ഇവര് പറഞ്ഞ പോലെ ഭയങ്കര മഹാ അത്ഭുതം അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ്. കാരണം വൺ ടൈം വാച്ചബിൾ എങ്കിലും തിയേറ്ററിൽ കാണുന്നു പറയാൻ കാരണം ഈ വിഷ്വൽസ്, ഈ ഫ്രെയിമിങ്സ് അത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സോ കണ്ട ആളുകൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ.